പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 5 ബുധനാഴ്ച. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുരക്ഷ സമ്പത്തല്ല, അധികാരമല്ല, ബന്ധങ്ങളല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവം കൂടെയുള്ള ജീവിതത്തിന് ഏകാന്തതയെ ഭയപ്പെടേണ്ടതില്ല, ഭാവിയെക്കുറിച്ച് വിറയ്ക്കേണ്ടതില്ല, സാഹചര്യങ്ങളെ കണ്ട് തളരേണ്ടതുമില്ല. കാരണം ദൈവം ഒരിക്കൽ നൽകിയ വാഗ്ദാനം ഒരിക്കലും പിൻവലിക്കുകയില്ല. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനത്തിൽ ദൈവം യോശുവയോട് പറയുന്നു, ഞാൻ മോശയോടുകൂടെ ഉണ്ടായിരുന്നത് പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമുക്കറിയാം, മോശ മരിച്ചു. ഇസ്രായേൽ ജനത്തെ നയിക്കേണ്ട വലിയ ഉത്തരവാദിത്വം യോശുവയുടെ ചുമലിലായിരിക്കും. മുന്നിൽ യോർദാൻ നദി, അതിനപ്പുറം ശക്തരായ ശത്രുക്കൾ, പിന്നിൽ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു ജനത. ആ നിർണായക നിമിഷത്തിൽ ദൈവം യോശുവയ്ക്ക് ആദ്യം നൽകിയ വാഗ്ദാനം വിജയമല്ല, എളുപ്പമുള്ള വഴിയുമല്ല, തൻ്റെ സാന്നിധ്യമാണ്. എന്തുകൊണ്ട്? ദൈവ സാന്നിധ്യമുള്ളിടത്ത് വിജയത്തിനുള്ള എല്ലാ സാധ്യതകളും ജനിക്കുന്നു. ദൈവം കൂടെയുള്ളവനെ സാഹചര്യങ്ങൾ തോൽപ്പിക്കുകയില്ല. ബൈബിളിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരുടെ ജീവിതം ഈ സത്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ ഉദാഹരണമാണ്. അവർ വിഗ്രഹത്തെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ജ്വലിക്കുന്ന അഗ്നിച്ചൂളയിലേക്ക് എറിയപ്പെട്ടു. അവർ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ ശക്തനാണ്. രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുകയില്ല. അഗ്നി കത്തിക്കൊണ്ടിരുന്നു, ചൂട് കുറഞ്ഞില്ല, പരീക്ഷണം അവസാനിച്ചില്ല. എന്നാൽ അത്ഭുതം സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. രാജാവായ നെബൂഖദ്നേസർ വിസ്മയത്തോടെ പറയുക, ഞാൻ 4 പേരെ അഗ്നിയുടെ നടുവിൽ കാണുന്നു. 4-ാമന്റെ രൂപം ദൈവപുത്രനെ പോലെയുണ്ട്. ദൈവം അവരെ അഗ്നിയിൽ നകറ്റിയില്ല, അഗ്നിക്കുള്ളിൽ അവരോടൊപ്പം നിന്നു. ഇതാണ് നമ്മുടെ വചനത്തിൻ്റെ ഹൃദയം. ദൈവം എല്ലാ പ്രശ്നങ്ങളും നമ്മെ ഒഴിവാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ ഒരു പ്രശ്നത്തിലും നമ്മെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ലെന്ന് അവിടുന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ദൈവസാന്നിധ്യം അഗ്നിയെപ്പോലും അനുഗ്രഹത്തിൻ്റെ വേദിയാക്കുന്നു. സഭാപിതാവായ വിശുദ്ധ എഫ്രൈം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം തൻ്റെ മക്കളെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും മാറ്റുന്നില്ല, എന്നാൽ തൻ്റെ സാന്നിധ്യത്താൽ അവരെ എല്ലാ പരീക്ഷണങ്ങൾക്കും മീതെ ഉയർത്തുന്നു. ഇമ്മാനുവേൽ എന്ന കർത്താവ് നമ്മോടുകൂടെയുള്ള ദൈവമാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്. നമ്മുടെ ശക്തിയല്ല, നമ്മോടുകൂടെ നടക്കുന്ന കർത്താവാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു യോർദാൻ നദി ഉണ്ടായിരിക്കാം. കടക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, അടഞ്ഞ വാതിലുകൾ ഉണ്ടാകാം. എന്നാൽ ദൈവം ഇന്നും അതേ വാഗ്ദാനം ആവർത്തിക്കുന്നു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഭയപ്പെടരുത്, വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. കാരണം നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ മുമ്പിൽ വഴിയൊരുക്കുന്നവനാണ്, നമ്മുടെ കൂടെ ശക്തി പകരുന്നവനാണ്, നമ്മുടെ പിന്നിൽ സംരക്ഷണമായി നിൽക്കുന്നവനാണ്. ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ സത്യം ഹൃദയത്തിൽ എഴുതി വയ്ക്കാം. ദൈവ സാന്നിധ്യമുള്ളിടത്ത് ഏകാന്തതയില്ല, ദൈവ സാന്നിധ്യമുള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല, ദൈവ സാന്നിധ്യമുള്ളിടത്ത് പരാജയം അവസാന വാക്കല്ല, ദൈവ സാന്നിധ്യമുള്ളിടത്ത് പ്രത്യാശ ഒരിക്കലും മരിക്കുകയില്ല. അതിനാൽ ധൈര്യത്തോടെ മുന്നോട്ട് നടക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം പരാജയപ്പെടാത്ത ദൈവ സാന്നിധ്യമാണ്. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അങ്ങയുടെ അനശ്വര വാഗ്ദാനം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളിലും ഞങ്ങളോടുകൂടെ നടക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഉറച്ച വിശ്വാസത്തോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.